ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും പുതുമ നിറഞ്ഞ ഒരു ദിവസമാക്കി മാറ്റുക. ഇന്നലകളിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധങ്ങളും പരാജയങ്ങളും പാഠങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു പ്രഭാതമായിരിക്കട്ടെ ഓരോ ദിവസവും. അങ്ങനെ സ്വയം നവീകരിച്ചുകൊണ്ട് വലിയ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫൈനൽ ക്ലാസ് ആണ്. 3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ നിയമം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും ആ പാർട്ട് 1ഉം 2ഉം കാണുക. അതിനുശേഷം ഈ ക്ലാസ് കൂടി കാണുക. ഈ ക്ലാസ്സോടുകൂടിയാണ് ആ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണെന്നും ആ നിയമം എന്തൊക്കെ അവകാശങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ചും, എന്താണ് ഉപഭോക്തൃ സംരക്ഷണ സമിതികളെന്നും, ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്ന ഉപഭോക്തൃ കോടതികൾ അഥവാ ഇന്ത്യയിൽ ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഇന്ന് ആദ്യമായിട്ട് ഉപഭോക്താവിന് പരാതി നൽകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാവുന്ന പോയിന്റുകളാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പഠിച്ചു വച്ചേക്കുക. നമ്മൾ എപ്പോഴാണ് ഉപഭോക്തൃ കോടതികളിൽ പരാതിയുമായിട്ട് ചെല്ലുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് പരാതിപ്പെടാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണ് ഉപഭോക്താക്കൾ. നമ്മൾ എപ്പോഴാണ് പരാതിപ്പെടുന്നത്? നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ, അല്ലെ? നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ആ വിലയ്ക്കൊക്കെ കൊടുത്ത്, ആ വിലയെല്ലാം കൊടുത്ത് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ നിലവാരം കുറഞ്ഞൊരു പ്രോഡക്റ്റായി മാറുകയാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യമായത്. ഇനി മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കപ്പെടുമ്പോൾ, രാജ്യത്ത് മായം ചേർക്കൽ നിരോധിക്കുന്ന നിയമമുണ്ട്. മായം ചേർക്കൽ വലിയ ഒരു ക്രൈമായിട്ട് കണക്കാക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പൊ അങ്ങനെയുള്ള മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ നമുക്ക് ഈ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പരാതിയുമായി പോകാവുന്നതാണ്. ഇനി സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ, സുരക്ഷിതത്വമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതായി മാറി, ജീവനും സ്വത്തിനും അപകടം സംഭവിച്ചു, ആ സാഹചര്യത്തിലും നമുക്ക് പരാതിയുമായി പോകാം. ഇനി തെറ്റായ പരസ്യങ്ങൾക്കെതിരെ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു സത്യസന്ധവുമല്ലാത്ത കുറെ പരസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ പരസ്യം കണ്ട് വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ വഞ്ചിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും നമുക്ക് പരാതിപ്പെടാനുള്ള മറ്റൊരു സാഹചര്യമായി അത്. ഇനി MRPയിൽ കൂടുതൽ വില ഈടാക്കുമ്പോൾ, MRP നിങ്ങൾക്കറിയാം, മാക്സിമം റീറ്റെയിൽ പ്രൈസാണ്. ഏതൊരു കടയിൽ ചെന്ന് നിങ്ങൾ സാധനം വാങ്ങുമ്പോഴും, ഒരു പാക്കറ്റിലൊക്കെയുള്ള സാധനം വാങ്ങുമ്പോഴൊക്കെ അതിനകത്ത് MRP എന്ന് അടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? മാക്സിമം റീറ്റെയിൽ പ്രൈസ്, മാക്സിമം ആണ്. അതിലപ്പുറം 1 രൂപ പോലും വാങ്ങാൻ ആ കച്ചവടക്കാരന് അവകാശമില്ല. MRPയിൽ കൂടുതൽ വില വാങ്ങിയാൽ കേസ് കൊടുക്കാം, നമുക്ക് പരാതിപ്പെടാനുള്ള മറ്റൊരു സാഹചര്യമായി. അതുപോലെ തന്നെ തെറ്റായ തൂക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, നോക്കൂ, നമ്മുടെ 500 ഗ്രാം എന്ന് പാക്കറ്റിൽ അടിച്ചു വച്ചിരിക്കുന്നു. ആ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ തൂക്കി നോക്കിയപ്പോൾ 350 ഗ്രാമേ ഉള്ളൂ, 150 ഗ്രാം കുറവ്. നമുക്ക് പരാതിപ്പെടാനുള്ള സാഹചര്യമായി. ആ ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. ഇനി നോക്കൂ, പ്രഖ്യാപിക്കപ്പെട്ട വാറന്റി, ഗ്യാരണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവ നൽകാതിരിക്കുമ്പോൾ, വാറന്റി, ഗ്യാരണ്ടി, ആഫ്റ്റർ സെയിൽ സർവീസ്,
വിൽപ്പനാനന്തര സേവനം, ഇതൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടു. അങ്ങനെ സാധനം വാങ്ങി, പക്ഷെ ഇതൊന്നും നമുക്ക് ലഭ്യമല്ല. വാറണ്ടി കാർഡ് തന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ പറഞ്ഞിരിക്കുന്ന ഒരു മെഷീൻ തകരാറിലായി നമ്മൾ ചെന്നപ്പോൾ അത് മാറ്റിവെച്ച് തരുന്നില്ല, അതിന് നഷ്ടപരിഹാരം തരുന്നില്ല. ഇനി ഗ്യാരണ്ടി മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാന്നൊക്കെ ഉള്ള ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അതും ചെയ്യുന്നില്ല. ഇനി അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്, നിങ്ങൾക്കറിയാം, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങൾ വന്നത് പരിഹരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട് എന്നൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നു. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് സാധനം വാങ്ങുന്നു, ഇതൊന്നും ലഭ്യമല്ലാതെ വരുന്നു. തീർച്ചയായിട്ടും പരാതിപ്പെടാം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഉപഭോക്താവിന് പരാതി നൽകാൻ കഴിയുന്ന സാഹചര്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് പരാതി നൽകാൻ കഴിയുന്ന സാഹചര്യങ്ങളേവ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കപ്പെടുമ്പോൾ, സുരക്ഷിതത്വമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ, തെറ്റായ പരസ്യങ്ങൾക്കെതിരെ MRPയിൽ കൂടുതൽ വില ഈടാക്കുമ്പോൾ, തെറ്റായ തൂക്കം രേഖപ്പെടുത്തുമ്പോൾ, പ്രഖ്യാപിക്കപ്പെട്ട വാറണ്ടി, ഗ്യാരണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവ നൽകാതിരിക്കുമ്പോൾ ഒക്കെ ഒരു ഉപഭോക്താവിന് പരാതിയുമായി പോകാം. ക്ലിയറായോ? ഇനി ആർക്കെതിരെയാണ് പരാതി നൽകേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആർക്കൊക്കെ എതിരെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാം. നിങ്ങളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി, ആ സാധനം വളരെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, നിങ്ങൾക്ക് ആർക്കൊക്കെ എതിരെ പരാതി നൽകാം? അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ആർക്കൊക്കെ എതിരെയാണ് നമുക്ക് പരാതിപ്പെടാൻ കഴിയുന്നത്? ഉൽപാദകനെതിരെ പരാതി നൽകാം, മാനുഫാക്ചറർക്കെതിരെ, അല്ലെ? ആ സാധനം മാനുഫാക്ചർ ചെയ്ത കമ്പനി, അതിനെതിരെ പരാതി കൊടുക്കാം. വിൽപ്പനക്കാരനെതിരെ പരാതി കൊടുക്കാം, ആ സാധനം വാങ്ങി വിൽപ്പന നടത്തിയ ആളിനെതിരെ. ഉൽപ്പന്ന ബാധ്യത എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അവർക്കെല്ലാം ബാധ്യതയുണ്ട്, പ്രോഡക്റ്റ് ലൈബിലിറ്റി ഉണ്ട്. ആ വിൽപ്പനക്കാരനെതിരെ പരാതി നൽകാം. ഇനി സേവനദാതാവിനെതിരെ, സേവനമാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാം. അപ്പോൾ ഉൽപാദകനെതിരെ, വിൽപ്പനക്കാരനെതിരെ, സേവനദാതാവിനെതിരെ. അടുത്ത നോക്കൂ, ഏറ്റവും രസകരമായ ഒരു പോയിന്റ്, പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രമുഖ വ്യക്തികൾക്കെതിരെ. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു, അല്ലേ? പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളിനെതിരെയും പരാതി കൊടുക്കാം. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സിനിമാ നടൻ അനൂപ് മേനോന് ചെറിയൊരു പണി കിട്ടി. എന്താണെന്നറിയോ? ഒരു ഹെയർ ഓയിലിന്റെ പരസ്യത്തിൽ പുള്ളി പ്രത്യക്ഷപ്പെട്ടു. ഹെയർ ഓയിലിന്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ ഹെയർ ഓയിൽ വളരെ മികച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യം കൊടുത്തിരുന്നു, അല്ലേ? എന്തോ തലമുടി തഴച്ച് വളരുമെന്നോ, കഷണ്ടിയിൽ തന്നെ മുടി കിളിർക്കുമെന്നോ, അങ്ങനെയൊക്കെ ചില അവകാശവാദങ്ങളുമായിട്ട് ഒരു പരസ്യം ചെയ്തിരുന്നു. അത് തലമുടി കിളിർത്ത് അല്ലെങ്കിൽ തഴച്ചു വളർന്നില്ല എന്ന് മാത്രമല്ല, ഇത് വാങ്ങി തേച്ച ആൾക്കാരുടെ അങ്ങിങ്ങായി നിന്ന തലമുടി പൊഴിഞ്ഞു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് പരാതി. മനസ്സിലാക്കുന്നുണ്ടല്ലോ? അത്തരത്തിലൊരു പരാതി വന്നപ്പോൾ ആ വ്യക്തി, ഈ നഷ്ടം സംഭവിച്ച വ്യക്തി പരാതിയിൽ പറഞ്ഞിരുന്നത്, അനൂപ് മേനോൻ എന്ന് പറയുന്ന എൻ്റെ ഇഷ്ടതാരം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിച്ചത് എന്ന് അയാൾ സ്ഥാപിച്ചു. അയാൾക്കും 10 ലക്ഷം രൂപയെങ്ങാണ്ട ഫൈന് കൊടുക്കേണ്ടി വന്നു, പിഴ ഈടാക്കി. പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിക്കെതിരെയും നമുക്ക് പരാതി കൊടുക്കാം. അപ്പൊ ഈ 4 കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആർക്കൊക്കെ എതിരെ പരാതി കൊടുക്കാം? 1 ഉൽപാദകനെതിരെ, 2 വിൽപ്പനക്കാരനെതിരെ, 3 സർവീസ് പ്രൊവൈഡർ അഥവാ സേവനദാതാവിനെതിരെ, ഇനി പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രമുഖ വ്യക്തികൾക്കെതിരെയും പരാതി കൊടുക്കാവുന്നതാണ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ചുമത്താവുന്ന പരമാവധി പിഴത്തുക എത്രയാണ്? അവരുടെ പേരിൽ ചുമത്താവുന്ന പരമാവധി പിഴത്തുകയ്ക്ക് ഒരു പരിധിയുണ്ട്, 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ വരെ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവർക്കെതിരെ പിഴ ഈടാക്കാം. അത് കൂടുതൽ ഈടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉൽപാദകൻ എന്ന് പറയുന്ന വ്യക്തിയോളം എന്തായാലും കുറ്റക്കാരനല്ല ഇദ്ദേഹം. ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും ഒരു ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്.
ഇത്തരത്തിലുള്ള നല്ല പ്രോഡക്റ്റ് ആണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ പരസ്യത്തിലൊക്കെ പ്രത്യക്ഷപ്പെടാവൂ എന്നാണ് ഈ നിയമം അവരെയും ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആർക്കൊക്കെ എതിരെ പരാതി കൊടുക്കാമെന്നുള്ളതിന് ഉത്തരമായി. ഇനി പരാതി നൽകാൻ അവകാശമുള്ളത് ആർക്കാണ് പരാതി നൽകാൻ അവകാശമുള്ളത്? ആർക്കെതിരെ പരാതി നൽകാം എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇനി ആർക്ക് പരാതി നൽകാൻ അവകാശമുള്ളത്? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാലോ, ഒരു സാധനം നമ്മൾ വാങ്ങിയാൽ നമ്മളാണ് ഉപഭോക്താവ്. ആദ്യം നമുക്ക് തന്നെയാണ് അവകാശം. ഉപഭോക്താവിന് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ? ഇനി രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടനയ്ക്ക്, ഒരു രജിസ്റ്റേർഡ് അസോസിയേഷന്, കൺസ്യൂമർ അസോസിയേഷനും പരാതിപ്പെടാം. രജിസ്റ്റേർഡ് ഉപഭോക്തൃ സംഘടനയ്ക്ക് പരാതിപ്പെടാം. ഇനി സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര അതോറിറ്റിക്ക്, ഇവർക്കെല്ലാം നേരിട്ട് പരാതിയുമായി. അപ്പൊ നോക്കൂ, സംസ്ഥാന സർക്കാരിന് തന്നെ ഈ കമ്മീഷനിൽ പരാതി കൊടുക്കാം, കേന്ദ്ര സർക്കാരിന് പരാതി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, CCPA പോലെയുള്ള അതോറിറ്റിക്കും പരാതി കൊടുക്കാം. ഉപഭോക്താവിന് പരാതി നൽകാനുള്ള അവകാശമുണ്ട്, രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടനയ്ക്ക് പരാതി നൽകാനുള്ള അവകാശമുണ്ട്, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര അതോറിറ്റിക്കും പരാതി നൽകാനുള്ള അധികാരമുണ്ട്. ഇനി ഒരേ താല്പര്യമുള്ള ഒന്നിലധികം ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം ഒരുമിച്ച്. ഒരേ താല്പര്യമുള്ള ഒന്നിലധികം ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ വഞ്ചിക്കപ്പെട്ട ആൾക്കാർ. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സാധനം വാങ്ങി വഞ്ചിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, അതേ സാധനം വാങ്ങി, അവർക്ക് ഒരുമിച്ച് പരാതി കൊടുക്കാം. ഇപ്പം നമ്മൾ കേൾക്കാറില്ലേ, ചില ഈ തട്ടിപ്പ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നിക്ഷേപ കമ്പനികളൊക്കെ ആൾക്കാരിൽ നിന്ന് പണം വാങ്ങി ഇരട്ടി പലിശ കൊടുക്കാം, അല്ലെങ്കിൽ ആ പണം, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 3 വർഷം കൊണ്ട് ഇരട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിൽ സാക്ഷര കേരളം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഏറെ പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേരളം എന്ന് ഓർക്കുക. എത്ര തന്നെ പഠിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും ആ ചതിക്കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇപ്പോൾ അങ്ങനെ ഒരു നിക്ഷേപ കമ്പനി വന്നിട്ട് ഒരു നാട്ടിലുള്ള ആൾക്കാരുടെ പണമെല്ലാം നിക്ഷേപിച്ചുകൊണ്ട് മുങ്ങി. അപ്പോൾ ആ ആൾക്കാർ, പണം നിക്ഷേപിച്ച ആൾക്കാരെല്ലാം ഒരേ താല്പര്യമുള്ള ആൾക്കാരായി മാറി. അവർക്ക് ഒരുമിച്ച് തന്നെ പരാതിപ്പെടാം. അപ്പോൾ ഒരേ താല്പര്യമുള്ള ഒന്നിലധികം ഉപഭോക്താക്കൾക്ക്, ഇനി ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക്, ഇനി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി മരണമടഞ്ഞ ഉപഭോക്താവിന്റെ അനന്തര അവകാശിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ലീഗൽ റെപ്രസെന്റേറ്റീവ്, ഒരാളുടെ മരണാനന്തരം അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങി ഒരാള് പറ്റിക്കപ്പെട്ടു, പക്ഷെ വാങ്ങിയ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആള് മരണപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് പരാതിപ്പെടാനുള്ള അയാളുടെ അവകാശം അതോടെ മരിക്കപ്പെടുന്നില്ല. അയാളുടെ അനന്തരാവകാശിക്ക് ഇതിനെതിരെ പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇനി മൈനറായ ഒരു ഉപഭോക്താവിന് വേണ്ടി രക്ഷകർത്താവിന് പരാതി കൊടുക്കാം. പ്രായം തികയാത്ത ഒരു വ്യക്തിയാണ് സാധനം വാങ്ങിയെങ്കിൽ, മൈനറായ ഒരു വ്യക്തിയാണ് സാധനം വാങ്ങി ചീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രക്ഷകർത്താക്കൾക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചുകൊള്ളുക. ഉപഭോക്താവിന്, രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടനയ്ക്ക്, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, കേന്ദ്ര അതോറിറ്റി, അതുപോലെ തന്നെ ഒരേ താല്പര്യമുള്ള ഒന്നിലധികം ഉപഭോക്താക്കൾക്ക്, ഒരു കൂട്ടം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക്, മരണമടഞ്ഞ ഉപഭോക്താവിന്റെ അനന്തര അവകാശിക്ക്, മൈനറായ ഉപഭോക്താവിന് വേണ്ടി രക്ഷകർത്താക്കൾക്ക്, ഇവർക്കൊക്കെ പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. ഇനി പരാതി എങ്ങനെ നൽകാം? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളിൽ പരാതി നൽകേണ്ടത്? അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു OMR ചോദ്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. പരാതിക്ക് ആധാരമായ സംഭവം നടന്ന് എത്ര സമയത്തിനുള്ളിലാണ് പരാതി നൽകേണ്ടത്? പരാതിക്ക് ആധാരമായ സംഭവം നടന്ന് 2 വർഷത്തിനകം പരാതി നൽകിയിരിക്കണം. പരീക്ഷയ്ക്ക് അത് OMR ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്ക് ആധാരമായ സംഭവം നടന്ന് എത്ര സമയത്തിനുള്ളിൽ പരാതി നൽകിയിരിക്കണം? എത്ര? 2 വർഷത്തിനുള്ളിൽ. വ്യക്തമായ തെളിവുകളോടുകൂടി വേണം പരാതി നൽകാൻ. ശ്രദ്ധിക്കണേ, പരാതി നൽകുന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു പരാതി കൊടുക്കുകയാണ്, യാതൊരു ഇയാൾ എന്നെ പറ്റിച്ചു എന്ന് മാത്രം എഴുതി കൊടുക്കുകയാണ്.
അങ്ങനെയാണോ പരാതി കൊടുക്കേണ്ടത്? ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി നമ്മൾ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കമ്മീഷനിൽ പരാതിയുമായി പോകുമ്പോൾ ആ കടയിൽ എന്നാണ് സാധനങ്ങൾ വാങ്ങിയത്, അതിൻ്റെ രേഖകൾ, എന്തെങ്കിലും ഇൻവോയ്സുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെങ്കിൽ അത്, പർച്ചേസ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത്, ഇനി ക്യാഷ് കൊടുത്തതിൻ്റെ റെസീപ്റ്റ് ഉള്ളതുണ്ടെങ്കിൽ അത്, ഇങ്ങനെ, അല്ലെങ്കിൽ ഗ്യാരണ്ടി വാറണ്ടി കാർഡുകൾ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളെല്ലാം ഹാജരാക്കി കൊണ്ടുവേണം പരാതി നൽകാൻ. തെളിവുകളോടുകൂടി വേണം പരാതി നൽകാനായിട്ട്. ഇനി പരാതി നോക്കൂ, ഓൺലൈനായോ വെള്ള പേപ്പറിൽ എഴുതി നേരിട്ടോ രജിസ്ട്രേഡ് പോസ്റ്റ് വഴിയോ പരാതി സമർപ്പിക്കാം. ഇങ്ങനെ വിശദമായി ആ സെന്റൻസ് പഠിക്കാൻ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വേണമെങ്കിൽ അത് തന്നെ എടുത്തൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ പരാതി നൽകാം? എ, ഓൺലൈനായി പരാതി നൽകാം, അല്ലെങ്കിൽ 1, ഓൺലൈനായി പരാതി നൽകാം. 2, വെള്ള പേപ്പറിൽ എഴുതി നേരിട്ട് പരാതി നൽകാം. 3, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി പരാതി നൽകാം. എന്നൊക്കെ പറഞ്ഞാൽ മുകളിൽ പറഞ്ഞവയെല്ലാം ഈ ഏത് രീതിയിലൂടെയും പരാതി നമുക്ക് നൽകാവുന്നതാണ് കേട്ടോ, പരാതി നൽകാവുന്നതാണ്. ഇനി പരാതി നൽകുന്നതിന് നിശ്ചിത ഫീസ് അടച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കണം, 5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിനാണ് നിങ്ങൾ പരാതി നൽകുന്നതെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. നോക്കൂ, സാധാരണ ഒരു മനുഷ്യന് എത്രമാത്രം ഉപകാരപ്രദമായൊരു നിയമമാണിതെന്ന് നോക്കൂ. 5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ 5 പൈസ ഫീസായി അടയ്ക്കേണ്ടതില്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ 5 ലക്ഷം രൂപയിൽ കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? പോകാറില്ല. നമ്മളൊക്കെ മാക്സിമം പോയാൽ 2 ലക്ഷം 3 ലക്ഷം അല്ലേ. ഇനി 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പരാതി നൽകണമെങ്കിൽ മാത്രം ചെറിയ ഫീസ്, ആ ഫീസ് സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം, അത് നൽകിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും പരാതിപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോയിന്റും അവസാനം പറഞ്ഞ പോയിന്റും 2 OMR ചോദ്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് OMR ചോദ്യം എങ്ങനെ വരും? പരാതിക്ക് ആധാരമായ സംഭവം നടന്ന് എത്ര സമയത്തിനുള്ളിൽ പരാതി നൽകിയിരിക്കണം? 2 വർഷത്തിനുള്ളിൽ. അവസാനം പറഞ്ഞ OMR പോയിന്റ് എന്താണ്? എത്ര രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല? 5 ലക്ഷം രൂപ വരെ. കണ്ടോ, ഇത്രയും പരാതി നൽകുന്ന രീതിയുമായി ബന്ധപ്പെട്ടതാണ്, ഓർക്കുക. ഇനി ആ ഫീസ് അടയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ഫീസ് സ്ട്രക്ചർ എല്ലാം ഒന്ന് വായിച്ചു വെച്ചേ, കാണാതെ പഠിക്കണ്ട. ഈ ആദ്യത്തതും അവസാനത്തതുമായ 1-2 ചോദ്യങ്ങളെ ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളൂ, എങ്കിലും ഞാൻ എല്ലാം പറയുകയാണ്. 50 ലക്ഷം രൂപ വരെയുള്ള 5 ലക്ഷം, 50 ലക്ഷം അല്ല, 5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിനാണെങ്കിൽ ഫീസ് നില്ല്, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. 5 ലക്ഷം രൂപ വരെയുള്ളതാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ, 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 200 രൂപ. കണ്ടോ, നിസാര ഫീസാണ്, 200 രൂപ. 10 ലക്ഷം മുതൽ അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 400 രൂപ ഫീസ് അടയ്ക്കുക. അതാണ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിന് അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? 400 രൂപ. 20 ലക്ഷത്തിന് മുകളിൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിലോ 1000 രൂപ. 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരെയാണെങ്കിലോ 2 ലക്ഷം രൂപ. ഇനി 1 കോടിക്ക് മുകളിൽ 2 കോടി രൂപ വരെയാണെങ്കിലോ 2500 രൂപ. 2000 രൂപ, 2500 രൂപ. അപ്പൊ 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരെ 2000 രൂപ, 1 കോടി രൂപയ്ക്ക് മുകളിൽ 2 കോടി രൂപ വരെയാണെങ്കിൽ 2500 രൂപ. ഇനി നോക്കൂ, 2 കോടിക്ക് മുകളിൽ 4 കോടി രൂപ വരെ ആണെങ്കിൽ 3000 രൂപ. ഇനി എല്ലാം 1000 രൂപ കൂടി കൂടി വരും. ഇവിടെ ഈ 2 കോടി ഇപ്പുറത്തും കൂടി വരും. 4 കോടിക്ക് മുകളിൽ 6 കോടി രൂപ വരെയാണെങ്കിൽ 4000 രൂപ. 6 കോടിക്ക് മുകളിൽ 8 കോടി രൂപ വരെയാണെങ്കിൽ 5000 രൂപ. 8 കോടിക്ക് മുകളിൽ 10 കോടി രൂപ വരെയാണെങ്കിൽ 6000 രൂപ. അവസാനം 10 കോടിക്ക് മുകളിലാണെങ്കിൽ എത്ര രൂപ വരെയാണെങ്കിലും 7500 രൂപ. അപ്പൊ ഇതിലെ കുറഞ്ഞ ഫീസ് 200 രൂപയും കൂടിയ ഫീസ് 7500 രൂപയുമാണ്. ആദ്യത്തെ അവസാനത്തെയും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു വിട്ടാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഈ ക്ലാസ്സിലെ ഒരു അവസാന ടോപ്പിക് എന്നുള്ള നിലയിൽ, അവസാന ഏരിയ എന്നുള്ള നിലയിൽ ഈ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും ചില നിയമങ്ങളുമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്.
ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള കോടതികൾ ഏതെന്ന് ചോദിച്ചാൽ ഉപഭോക്തൃ കോടതികൾ. അതായത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതിന്, ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുന്ന കോടതികൾ അറിയപ്പെടുന്നത് ഉപഭോക്തൃ കോടതികൾ അഥവാ ഉപഭോക്തൃ പരാതി പരിഹരിക്കുന്നതിനുള്ള കമ്മീഷനുകളാണ്. ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ, തർക്ക പരിഹാര കമ്മീഷനുകളാണ്. അത് ഓർമ്മിച്ചോളൂ. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നു? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഗ്യാരണ്ടി തന്നിട്ട് അത് നിഷേധിക്കുന്നു, വാറണ്ടി തന്നിട്ട് അത് പാലിക്കപ്പെടുന്നില്ല, വിൽപ്പനാനന്തര സേവനം വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാന ലംഘനം നടത്തുന്നു. ഇങ്ങനെയുള്ള ലംഘനങ്ങളൊക്കെ ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നു ചോദിച്ചാൽ 1930 പാസ്സാക്കിയ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, സാധന വിൽപ്പന നിയമം എന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് പദവും കൂടെ ഒന്ന് പഠിച്ചോളൂ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. വാറണ്ടി, ഗ്യാരണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നു? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അഥവാ സാധന വിൽപ്പന നിയമം 1930. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന നിയമമേത്? കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന നിയമം അതാണ് അവശ്യ സാധന നിയമം, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. 1955 പാസ്സാക്കിയ അവശ്യ സാധന നിയമം അഥവാ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. അതായത് ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത തുടങ്ങിയവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും എന്നോർത്തുകൊള്ളുക. ഇനി നോക്കൂ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഒരു നിയമമുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഒരു നിയമമാണ്. അതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്സാക്കിയ ഒരു നിയമമാണ് കാർഷിക ഉൽപ്പന്ന നിയമം, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആക്ട് 1937. 1937 കാർഷിക ഉൽപ്പന്ന നിയമം. ഓക്കെ ആണോ? ഇനി അളവുകളിലും തൂക്കത്തിലും കബളിപ്പിക്കലിൽ തടയുന്ന നിയമം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അളവുകളിലും തൂക്കത്തിലും കബളിപ്പിക്കലുകൾ തടയുന്ന നിയമം അളവ് തൂക്ക നിലവാര നിയമം, വെയ്റ്റ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡ് ആക്ട് എന്ന് പറയും. അളവ് തൂക്ക നിലവാര നിയമം അത് 1976 ആ നിയമം പാസ്സാക്കിയത്. ഇനി നോക്കൂ, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ്. നമ്മുടെ സുഹൃത്തുക്കൾ പലരും അതിൽ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവരായിരിക്കാം. ഒരുപാട് പേര് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് നടന്നു ആ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ. ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന സർക്കാരിൻ്റെ ഒരു വകുപ്പാണ്. ഇപ്പോൾ കടകളിലൊക്കെ പോയിട്ട് അവിടുത്തെ ബാലൻസ് ഒക്കെ പരിശോധിക്കുന്ന ആ വിഭാഗമാണ്. നിങ്ങൾ കണ്ടിരിക്കും അവർ വണ്ടിയിലൊക്കെ പോകുന്നത്. ലീഗൽ മെട്രോളജി വിഭാഗം ഓരോ കടകളിലൊക്കെ കയറി അവിടുത്തെ ബാലൻസും അവിടുത്തെ ത്രാസും പടിയും ഒക്കെ ഒന്ന് പരിശോധിക്കും. അളവ് തൂക്കമൊക്കെ കറക്റ്റാണോ, സാധനങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുകയാണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ഒരു വകുപ്പുണ്ടല്ലോ, അതിൽ തന്നെ ഉണ്ട് ആൻസർ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫുഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഇന്ത്യയിൽ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് ആരാണ്? അങ്ങനെ ഒരിക്കൽ ചോദിച്ചു. മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്, കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. ഇന്ത്യയിൽ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. ഇനി നോക്കൂ, ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി
തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ്. കണ്ട, ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം വിവിധ ഘട്ടങ്ങളിൽ, അതിൻ്റെ ഉൽപാദന സമയത്ത്, അത് വിതരണം ചെയ്യുന്ന സമയത്ത്, സംഭരിച്ചു വയ്ക്കുന്ന സമയത്ത്, വിൽപ്പന നടത്തുന്ന സമയത്ത്, ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഒക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI എന്ന് പറയും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞത് അവസാനം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ചില അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ചില വകുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ അതുപോലെ തന്നെ ചില നിയമങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അവസാനിക്കുകയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന നിയമമാണ്. വിശദമായി പഠിക്കുക. 2 മാർക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്ലസ് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണകരവുമായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കുവാനുള്ള ആ മാർഗങ്ങൾ ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.